ഹായ് ഗൈസ്, വെൽക്കം ടു ആര്യസ് ലിറ്റിൽ വേൾഡ്. സോ ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി വ്ളോഗ് എന്ന് പറയുന്നത് ഞാനും പാറും കൂടെ മീറ്റപ്പ് ചെയ്യാണ് ലുലു മോളിൽ. ഞങ്ങൾ ഒരുമിച്ചൊരു കറക്കം, ഒരു ഷോപ്പിംഗ്, ഫുഡ് കഴിക്കൽ, അങ്ങനെ ഞങ്ങൾ രണ്ട് മമ്മീസ് കുറച്ച് ഫ്രീ ആയിരിക്കുന്ന ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പാറുവിനെ കാണിക്കാവേ. യോ പാറു, ഹായ്. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം? സുഖം. യാമി കുട്ടിയെ സ്കൂളിൽ വിട്ടു. യാമി സ്കൂളിൽ പോയി, അപ്പു ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. ഇനി ഇവളുടെ അടുത്ത് നിന്ന് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം. ഞങ്ങളിരുന്ന് കുറേ സംസാരിക്കും. അതിൻ്റെ ഇടയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ വ്ളോഗ്. നമ്മൾ തുടങ്ങുകയാണ് ഗൈസ്. സോ ഗൈസ്, ഞങ്ങൾ ആദ്യം തന്നെ കുറച്ച് മറ്റേ തായ് ഫുഡ് കഴിച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫ്ലെമിംഗോ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്ക് കയറി കേട്ടോ. ഈ കാരണമാണ് തായ് ഫുഡ്. ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ സുഷി കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഇന്ന് അത് കഴിക്കും. എനിക്ക് മറ്റേ മാംഗോ സ്റ്റിക്കി റൈസ് കിട്ടുമെന്ന് എനിക്ക് അറിയണം. ബാ നോക്കാം. ഒരുപാട് വട്ടം ലുലു പോയെങ്കിലും ഈ റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും പാറുമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ മെനു ഒക്കെ നോക്കി, നമ്മൾക്കറിയാത്ത കുറേ ഭക്ഷണങ്ങളായിരുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും സൂഷി ഓർഡർ ചെയ്യാം. സൂഷി കഴിക്കാൻ പോവാണ് ഗൈസ്. ഞാൻ എക്സൈറ്റഡ് ആണ് സൂഷി കഴിക്കാൻ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നമുക്ക് നോക്കാം. സൂഷിയും പിന്നെ നമ്മൾ റെയ്മനും പറഞ്ഞിട്ടുണ്ട്. ഞാനിത് രണ്ടും കഴിച്ചിട്ടില്ല. ഞാൻ അതുകൊണ്ട് ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകും. ഓക്കെ, അതല്ല കഴിക്കേണ്ടത്. എന്തിങ്ങനെ ഇല്ലെങ്കിൽ മാത്രം ട്രൈ ചെയ്യാൻ പോകും. സദ്യയുടെ ഇഷ്ടപ്പെട്ടു. ഇതിൽ ക്രാബ് മീറ്റ് ഉണ്ട്. ക്രാബ് മീറ്റ് റോ ആണ്. അവർ പറഞ്ഞായിരുന്നു കുക്ക്ഡ് അല്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ ഇനി ഒരു ഇത് കഴിച്ചു നോക്കട്ടെ. അത് ടേസ്റ്റ് യമ്മി. ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആഫ്റ്റർ സുഷി ഞങ്ങൾ ഓർഡർ ചെയ്ത ഞങ്ങളുടെ മറ്റേ റേമൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ട്രൈ ചെയ്യാനും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഇതിൽ കുറേ എന്തൊക്കെയോ കോണും ബീഫും ചിക്കൻ, എഗ്, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. സോ അവർ തന്നെ നമുക്ക് സെർവ് ചെയ്ത് തന്നായിരുന്നു ബൗളിൽ. പ്രോൺസും ഒക്കെ ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ ഒരു റേമനൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റ് അല്ല, ഇതുവർ ഒത്തൻറ്റിക്കായിട്ട് അവരുടെ ഒരു ടേസ്റ്റിലാണ്. അപ്പം അത് ട്രൈ ചെയ്യാനുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് അടുത്തത്. പാറു ഓൾറെഡി സൂഷി കഴിച്ചിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അവൾ കഴിക്കാത്തൊരു ഡിഫറെൻറ്റ് ഫ്ലേവറായിരുന്നു നമ്മൾ ഇപ്രാവശ്യം ഓർഡർ ചെയ്തത്. അവൾക്കും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ അടുത്ത് ഈ റേമൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവർ ഓൾമോസ്റ്റ് അതിനകത്തുള്ള സൂപ്പും എല്ലാം കൂടിയിട്ട് നമുക്ക് ചെയ്തു തന്നു. ആദ്യം ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് പാറുവാണേ. ഇഷ്ടമായില്ല? നിനക്ക് ഇഷ്ടമായില്ല? കുറച്ച് സൂപ്പ് കുടിക്കാം. സത്യം പറയട്ടെ, തലേ ദിവസത്തെ ചീത്തായ ഭക്ഷണം കഴിക്കുമ്പോഴൊരു ടേസ്റ്റ് അല്ലേ? അല്ലേ? അതെന്തങ്ങനെ? സത്യം കേട്ടോ.
ഓരോ സ്ഥലത്തെ സാധനങ്ങൾക്കും അവരുടേതായ ഒതൻറ്റിക് ടേസ്റ്റ് ആണല്ലോ. ഞങ്ങൾക്ക് എന്തായാലും ഇത് ഒട്ടും പിടിച്ചില്ല. പിന്നെ ഞങ്ങൾ അതിനകത്തുള്ള മറ്റേ പ്രോൺസും കുറച്ച് നൂഡിൽസും ബീഫും ഒക്കെ നുള്ളി പറക്കി കഴിച്ചു. പാറു ആക്ച്വലി ഒട്ടും കഴിച്ചില്ല. ഞാൻ പിന്നെ ഇത് അത്യാവശ്യം നല്ല വില ഉണ്ടായിരുന്നത് കൊണ്ട് കളയാൻ മടിച്ച് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. പക്ഷേ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ എനിക്ക് മതിയായി കേട്ടോ. ഒരുമാതിരി ഒരു ഇഷ്ടപ്പെടാത്തൊരു ചുവ വന്നു. പിന്നെ നമ്മൾ നിർത്തി. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മളുടെ തായ് ഫുഡ് ട്രൈയിങ് സൂഷി സക്സസ്ഫുള്ളും ഇത് അട്ടർ ഫെയിലറും ആയിപ്പോയി. ഞങ്ങളങ്ങനെ ഫ്ലെമിംഗോയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ലാസ്റ്റത്തെ ഫ്ലോപ്പായി. അത് ഇവളത് കഴിച്ചില്ല. ഞാൻ പിന്നെ ആ സൂപ്പ് കുടിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് വല്ലാണ്ട് വന്നു. എനിക്ക് അതൊട്ടും പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം എനിക്ക് പറ്റാവുന്നത് ഞാൻ കഴിച്ചു. മേ ബി അത് നമ്മുടെ ടേസ്റ്റ് ആയിരിക്കത്തില്ല. അല്ലാണ്ട് ആ ഫുഡിൻ്റെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ മറ്റേ നാടൻ രീതിയിലൊക്കെ വന്നുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പം ഇനി ഇവക്കൊരു ബിരിയാണി കഴിക്കാണ്ട് ഇവക്ക് ശരിയാ. ഞാനൊരു യോഗേർട്ട് കഴിക്കാൻ പോവാണ് മറ്റേ ഫ്രോയോ ലാൻഡിൽ നിന്ന്. ഞങ്ങളത് കഴിക്കാനാണ് വന്നത്. ഷോപ്പിംഗ് ഒക്കെ നമ്മൾ പിന്നെ ഞങ്ങൾ ഇന്നൊരു ദിവസം നടന്ന് കഴിക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ അതുവഴി നടന്നപ്പോഴാണ് എൻ്റെ ഫേവറേറ്റ് സംഭവമായ മറ്റേ ഫ്രോസൺ യോഗേർട്ട് കണ്ടത് കേട്ടോ, മൈ ഫ്രോയോ ലാൻഡിലെ. ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. എപ്പോൾ ലുലു പോയാലും ഞാനിത് മിസ്സാക്കാറില്ല. അപ്പോൾ ഞാൻ സ്ട്രോബെറി ഫ്ലേവർ, എനിക്ക് ഫ്രൂട്ട് ഫ്ലേവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്, അതെടുത്തു. പിന്നെ അവരുടെ ഡിപ്സായിട്ട് ഞാൻ സ്ട്രോബെറി ഇത് ടോപ്പിംഗ് തന്നെയാണ് എടുത്തത്. ബാക്കിയൊന്നും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും പിന്നെ എനിക്കൊന്ന് കുറച്ച് ചെറിയും കൂടെ എടുത്തിട്ട് വെയ് ചെയ്ത് നമ്മൾ പൈസയൊക്കെ കൊടുത്ത് ഭയങ്കര എന്താ പറയുക, നല്ല ഹെൽത്തിയാണ് കേട്ടോ. യോഗേർട്ട് കഴിക്കുന്നത് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അത് കഴിച്ചു. പാറുവിന് ചോറ് വേണമെന്ന് പറഞ്ഞ പാറു ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ യോഗേർട്ട് വാങ്ങിച്ചിട്ട് ഇവർക്ക് ബിരിയാണി മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവള് പണ്ടേ ബിരിയാണി കൊതിച്ചാണ്. പക്ഷെ ചിക്കൻ കഴിക്കൂല, റൈസ് മാത്രം കഴിക്കുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നത് വാങ്ങിച്ചൂടെ എന്ന് ചോദിക്കും. എൻ്റെ അമ്മ ചോദിക്കുന്ന ചോദ്യമാണ് എന്നോട്. അതിന് ചിക്കൻ ഫ്ലേവർ വരില്ലല്ലോ. അതാണ് ഫ്ലേവർ വരില്ലല്ലോ. അതാണ്, ഇതൊക്കെ മനസ്സിലാക്കി സംസാരിക്കണം. അപ്പം ഞങ്ങൾ നേരെ എവിടെ പോയി കഴിക്കും? പാരഗണിൽ പോയി കഴിക്കാൻ പോകും. അങ്ങനെ നടന്ന് ഫൈനലി പാരഗണിൽ ഭയങ്കര തിരക്ക്. പാരഗണിൽ തിരക്കായതുകൊണ്ട് നമ്മൾ അലൈസിൽ വന്ന് പാറു മട്ടൻ ബിരിയാണി പറഞ്ഞിരിക്കുകയാണ്. പാറുവിൻ്റെ മട്ടൻ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ്. ഞാൻ കഴിക്കൂല. ഇവൾക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചാൽ മാത്രം മനസ്സിന് സംതൃപ്തി വരുന്ന പ്രത്യേക ഗണത്തിൽപ്പെട്ട ഒരാളാണ്. അതെ, ചില ആൾക്കാർ അങ്ങനെയാണല്ലോ, ചോറ് കഴിച്ചാൽ വയറ് നിറഞ്ഞു എന്നൊരു. എനിക്കങ്ങനെയില്ല. ഞാൻ എൻ്റെ സ്കൂൾ സമയത്തൊന്നും ഞാൻ ചോറ് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനൊരു ഇതില്ല. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാറുവിൻ്റെ മട്ടൻ ബിരിയാണി. എങ്ങോട്ടേലും പോകും. കൊതിയോടെ മട്ടൻ ബിരിയാണി കഴിക്കുന്ന പാറു. ആഫ്റ്റർ സൂഷി ഇപ്പോഴല്ലേ സമാധാനം കിട്ടുന്നത്. ഇങ്ങനെയുള്ള അസുഖമുള്ളവർ കമന്റ് ചെയ്യാം. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചാൽ മാത്രമേ വയറ് നിറയുള്ളൂ എന്ന തോന്നലുള്ള ആൾക്കാർ. ബിരിയാണി കഴിച്ച് തളർന്നിരിക്കുന്ന പാറു. ഇത് ഈ മട്ടൻ ആർക്ക് കഴിക്കാൻ വെച്ചേക്കുക? നീ ആർക്ക് കഴിക്കാൻ മട്ടൻ പീസ് വെച്ചേക്കുന്ന? കൈ മാറ്റ്. ആകെ അതിനകത്ത് 3 പീസ് ഉണ്ടായിരുന്നു. 3 പീസും അങ്ങനത്തെ ചോറ് ഒരു പൊടി പോലും ഇല്ല. ഞാൻ പണ്ടേ ആക്ച്വലി കേട്ടിട്ടുള്ളതാണ് ഇവള് ഈ ചിക്കൻ ബിരിയാണിയിലാണെങ്കിലും പീസ് കഴിക്കത്തില്ല, റൈസ് മാത്രമേ കഴിക്കുള്ളൂ എന്ന്. ഇനി ഇതിനാ കാശ്. അങ്ങനെ ഗൈസ് ഞങ്ങളൊരു ചിക്കൻ പോപ്കോണും കൂടി വാങ്ങിച്ചു. ഇത് നമ്മൾ രണ്ടുപേരും കൂടെ നമ്മൾ തിന്നാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കാൻ പോണു. ഞാൻ ആദ്യം ഒരു പീസ് എടുത്തിട്ടേ ഗണപതിക്ക് കൊടുക്കണം എന്നാണ്. ഇവക്ക് തന്നെ കൊടുക്കണം. ചൂടില്ല. അങ്ങനുണ്ട്. നല്ല. ഞങ്ങൾ ഇത് കഴിക്കാൻ പോവാണേ. എനിക്ക് മട്ടൺ ഇങ്ങനെ ഇരിക്കുന്ന പറഞ്ഞിട്ട് സങ്കടം വരുന്നു. കഴിച്ചോ? ഇനി വേണ്ട. കഴിച്ചോ? നീ എന്തൊരു ദുഷ്ടയാണ്. ദുഷ്ടന്നല്ല,
സത്യം ഇപ്പം നിന്നോട് എല്ലാവരും ചോദിച്ച ചോദ്യം ഞാൻ തിരിച്ചു നിനക്ക് നെയ്ച്ചോറ് വഞ്ചിട്ടിരുന്നാ പോലെ നീ എന്തിനാ ഞാൻ വിചാരിച്ചു ഒരു പീസെങ്കിലും കഴിക്കുമെന്ന് കഴിച്ചു. ഈ ഒരു വ്ളോഗ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ കഴിക്കാൻ വേണ്ടി മാത്രമാണ് ലുലു പോയത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇതേ ഒരു റൈഡിൽ കയറാനൊരു മോഹം. അപ്പോൾ ഞാൻ ഇതുവരെ ഈ സാധനത്തിൽ കയറിയിട്ടില്ല. എന്താ ഡോമിനേറ്ററോ എന്തെന്തോ ആണ് അതിൻ്റെ പേര്. അപ്പോൾ എന്തായാലും ഇവിടെ കയറാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതേ നേരെ അവിടെ സ്വൈപ്പ് ചെയ്ത് അകത്തേക്ക് കയറാൻ പോവാണേ. അപ്പോൾ ആരും ഒരു തവണ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു, ഞാൻ കയറിയിട്ടില്ല. അപ്പോൾ എന്തായാലും എനിക്കതിൽ കയറാൻ ഭയങ്കര ത്രില്ലായിരുന്നു. ബാക്കി നമുക്ക് നോക്കാം എന്താകും എന്നുള്ളത്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു റൈഡിൽ കയറി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അപ്പോഴേ പറഞ്ഞ് കയറല് ഒരാൾ കയറിയത് തല ഇറങ്ങി ഛർദ്ദിക്കാൻ വന്ന് 5 മിനിറ്റ് 20 മിനിറ്റ് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. വയസ്സും പ്രായമൊക്കെയാണെന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളിൽ കയറുമ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. എനിക്ക് ശരിക്കും തല ഇറങ്ങും, ബിപി ലോ ആയി വേർക്കുന്നടാ, തല ഇറങ്ങുന്ന വേർക്കുന്നു, ഞാൻ ചത്തു പോകുന്നു. ഞങ്ങൾക്ക് ആക്ച്വലി റൈഡിൽ കയറിയപ്പോൾ വീഡിയോ ഒന്നും എടുത്തു തരാൻ ആരും ഇല്ലായിരുന്നു. പക്ഷേ ശരിക്കും ഗൈസ് വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് കയറിയോണ്ടാണെന്ന് തോന്നുന്നു തീരെ വയ്യാണ്ടായിപ്പോയി. പിന്നെ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് വേറെ ഷോപ്പിംഗ് ഒന്നും ഇല്ലാണ്ട് വീട്ടിൽ പോകാൻ ഡിസൈഡ് ചെയ്തേ. ശരിക്കും എനിക്ക് വയ്യ, ഞാൻ കംപ്ലീറ്റ്ലി ഔട്ടായി. ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു ഷോപ്പിംഗ് ഒക്കെ നടത്താമെന്ന് വിചാരിച്ചു, പക്ഷേ വയ്യ, ഞാൻ തിരിച്ച് വീട്ടിൽ പോകും. വഴി കയറി പണി കിട്ടി കഴിച്ചു. എനിക്ക് വയ്യ, സത്യമായിട്ട് വയ്യ. ഞാൻ ഇനി ആരും ഭക്ഷണം കഴിച്ച് ഞാൻ റെഡി അത് കിടന്ന് കറങ്ങുന്നു കാണിച്ചു തരാം. അത് നമുക്ക് ആക്ച്വലി അവിടെ വെച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. എനിക്കങ്ങനെ ഞാൻ ഭയങ്കര ഓഫായിപ്പോയി. വീട്ടിൽ പോകാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.